സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം തൈക്കാട് മോഡൽ HSSൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കായുള്ള സെക്കൻഡറി അലോട്ട്മെന്റിനുള്ള അപേക്ഷ ഉടൻ ക്ഷണിക്കും. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അങ്ങനെ പ്രവേശനോത്സവമൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ ഗംഭീരമാകുന്നതിനിടയിൽ പ്രവേശനം നേടാത്ത നിരവധി ആളുകൾ കൂടിയുണ്ട്. അവരുടെ ഒരു സെക്കൻഡറി അലോട്ട്മെന്റിനായുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇനി ഉണ്ടാവുക. എന്തായാലും ഇന്ന് എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു? ജിൽസി, ഇന്ന് 3,40,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് +1ലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണ് ഇന്ന് ക്ലാസ്സുകളിലേക്ക് എത്തുക. എന്തായാലും അല്പസമയത്തിനകം വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നിൽക്കുന്ന തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടനമാണ് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുക. എന്തായാലും എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രവേശനോത്സവം +1ന് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഇത്തവണത്തെ പ്രവേശന നടപടികളിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടായിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും +1 സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. മിച്ചം വരും സീറ്റുകൾ എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇനി 1,02,000-ഓളം വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടാനുള്ളത്. അതാണ് സെക്കൻഡറി അലോട്ട്മെന്റ് ലിസ്റ്റ് വരുന്നതോടുകൂടി അവർക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കും. 28-നായിരിക്കും അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ മറ്റു തരത്തിലുള്ള ഒരു പ്രതിസന്ധിയോ ഏതെങ്കിലും തരത്തിൽ സീറ്റ് ലഭ്യമാകാത്ത വിഷയമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ മലബാർ ജില്ലകളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും സമരങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്നു. പക്ഷേ ഇത്തവണ ഈ കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ച സീറ്റുകളും ഒപ്പം തന്നെ കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ച ആ സീറ്റുകളുടെ എണ്ണം കൂടി കൂട്ടിയാണ് ഇത്തവണ പ്രവേശന നടപടികൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏകദേശം 9,000-ഓളം വരുന്ന സീറ്റുകളായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ, പ്രവേശനോത്സവം നടക്കുമ്പോൾ മറ്റു തരത്തിലുള്ള ഒരു പരാതിയും ഇല്ലാതെ തന്നെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ, ആദ്യഘട്ടത്തിലെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇനി ഈ പറഞ്ഞ ജിൽസ് സൂചിപ്പിച്ചതുപോലെ 1,02,000-ഓളം വരുന്ന അപേക്ഷകരിൽ അവർക്കുള്ള പ്രവേശന നടപടികൾ ഏതൊക്കെ തരത്തിൽ നടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതും പരാതിയില്ലാതെ നടത്താൻ കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന കാര്യമായിരിക്കും. എന്തായാലും അല്പസമയത്തിനകം തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി ആദ്യത്തെ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജിൽസി.